അമ്മമാർക്കായുള്ള ആശ്രയ കേന്ദ്രം അമ്പാടി സേവാ കേന്ദ്രം മാതൃസദന സമർപ്പണ ചടങ്ങിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പൂജിച്ച് ആ ധർമ്മിഷ്ഠരായി ജീവിച്ചു പോന്ന എല്ലാ വീട്ടിലും വൈകിട്ടും രാവിലെയും അമ്മമാരെ വിളക്ക് വെച്ച് നാമം ജപിച്ചു പോന്ന ആ ഒരു ധർമ്മത്തിന്റെ കരുത്തിലാണ് ഇന്നും നമ്മുടെ സമാജം ഇത്രയെങ്കിലും ഭദ്രമായി നിലനിന്ന് പോകുന്നത്. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനെ വാൽമീകി എന്ന് പറയുന്ന മഹർഷിയാക്കി തീർത്തത് അർത്ഥമറിയാതെ പോലുമുള്ള നാമജപമായിരുന്നു. അപ്പൊ അത്രയും കരുത്തുറ്റ ഒരു നാമജപത്തിന്റെ തോണിയിൽ കയറി സംസാര സാഗരം കടക്കാവുന്ന തരത്തിൽ ഏറ്റവും ലളിതമായ ഒരു അനുഷ്ഠാനത്തിൽ കൂടെ അത്രയും ശക്തമായ ഒരു ഫലമുണ്ടാക്കുന്ന ഒരു സംസ്കാരം, ഒരു ആചാര പദ്ധതിയും നമുക്കുണ്ട്. ഏറ്റവും ലളിതമായി നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ധർമ്മത്തിന്റെ മൂല രൂപമായിട്ടുള്ള നമ്മുടെ കുടുംബദേവതയെ, ധർമ്മദേവതയെ ഒന്ന് വിളക്ക് വെച്ച് സ്മരിച്ചുകൊണ്ട് എല്ലാ ദിവസവും കഴിയുന്നത് ഒരു നേരം, ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വിളക്ക് വെച്ച് നാമം ജപിച്ചുകൊണ്ട് അത്രമാത്രം ചെയ്താൽ ആ കുടുംബങ്ങളിലെ കുട്ടികൾ വലിയ അധാർമികതയിലേക്ക് വഴിതെറ്റാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അത് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട്, എവിടെ അധർമ്മം ഉയർന്നു വരുന്നുണ്ടോ അപ്പൊ ഞാൻ ജനിക്കുമെന്ന്. അത് ഏറ്റവും വലിയ ഭഗവത് അവതാരം അവനവന്റെ മനസ്സിലാണ് നടക്കുന്നത്. ഒരു തെറ്റ്, ഒരു മോശപ്പെട്ട കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് തന്നെ ഭഗവാൻ മന്ത്രിക്കും ഇത് അപകടമാണ് എന്ന്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഭഗവാൻ മന്ത്രിക്കും വളരെ മഹത്തരപരമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ധർമ്മത്താലും ഭഗവാനാലും പ്രചോദിതരായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ സേവാ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് തെറ്റ് വരുമ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ തിരുത്തുന്ന ഭഗവത് ചൈതന്യം ഉള്ളിലുണ്ടാവുകയാണ് ഇത്തരത്തിലുള്ള നാമജപത്തിലൂടെയും നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ആചരണങ്ങളിൽ കൂടെയും സാമാജികമായിട്ടുള്ള ഒരുമിച്ച് നിൽക്കലുകളിലൂടെയും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ധർമ്മത്തിന്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ കൂട്ടായ്മകളിലും നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയ പങ്കെങ്കിലും അർപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. അത് ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിക്കുന്നവരെയാണ് ധർമ്മം രക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ ധർമ്മം നമ്മുടെ ഉള്ളിൽ നമ്മളെ കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കരുത്തായിട്ട് വികസിക്കും. ഈ പറഞ്ഞ പോലെ നമ്മളെ തെറ്റുകളിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ തിരുത്തും. ആ ശബ്ദത്തെ കേൾക്കാൻ നമുക്ക് തോന്നും. നമ്മളെ കൂടുതൽ കൂടുതൽ മികച്ച മാർഗങ്ങളിൽ എത്തിക്കും. നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് വികസിച്ചു വരാനുള്ള കാലം ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിലെ മാനസിക അവസ്ഥയും മറ്റുള്ള അന്തരീക്ഷവും എല്ലാം ഭദ്രമായി തീരും. അപ്പൊ അതൊക്കെ നമ്മൾ ധർമ്മത്തിന് വേണ്ടി പുറത്ത് ഒരു അർപ്പണം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങളാണ്. അപ്പൊ ഇത്തരം സമാജ സേവാ പ്രവർത്തനങ്ങള് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് നിസ്വാർത്ഥരായിട്ടുള്ള സമാജ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ തരത്തിലുള്ള ധാർമ്മിക പ്രവർത്തികളും, അത് നമ്മളുടെ കൂട്ടായ്മയിൽ ബന്ധവർ ചെയ്യുന്നതാവാം, പുറത്തുള്ളവർ ചെയ്യുന്നതാവാം, എന്തും നമ്മുടെ ധർമ്മത്തിന്റെ പേരിലാണെങ്കിൽ, നമ്മുടെ സമാജത്തിന്റെ പേരിലാണെങ്കിൽ, അതിലെ സാമ്പത്തികമായിട്ടുള്ളൊരു സമർപ്പണമാകാം, ആ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടുള്ളൊരു സമർപ്പണമാകാം. നമുക്ക് നേരിട്ടെത്താനോ മറ്റുള്ളതൊന്നും പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ്, കഴിയുന്നത്ര രീതിയിൽ സഹായിക്കണം, സഹകരിക്കണം എന്ന് നമ്മുടെ കുട്ടികളോട് വാക്കുകൊണ്ടാവാം, പ്രവൃത്തി അല്ലെങ്കിൽ വാക്കുകൊണ്ടാവാം, അതിനും കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ സങ്കല്പം കൊണ്ടാവാം. ഏത് തരത്തിലാണെങ്കിലും ആ കൂട്ടായ്മകളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ധർമ്മത്തിനെ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സമാജ ജീവിതവും ഭദ്രമാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക. ഇവിടെ തന്നെ ഒരുപാട് പേരുടെ അത്തരത്തിലുള്ള ഒരു സമർപ്പണമാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കേന്ദ്രം സാധ്യമാക്കിയത്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് സേവാ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ഒരു കാലമാണിത്. അതിനെല്ലാം തയ്യാറായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള സമാജ സേവികളും നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് കരുത്ത് പകർന്നുകൊണ്ട് അവരുടെയൊക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ധാർമ്മികമായ പന്ഥാവിൽ അടിയുറച്ചു മുന്നേറാൻ നിങ്ങൾക്ക് ഗുരുപരമ്പരയും ജഗദീശ്വരിയും എല്ലാ അനുഗ്രഹങ്ങളും ഏകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. കൊച്ചിയിൽ അമ്മമാർക്ക് വേണ്ടിയുള്ള ആശ്രയ കേന്ദ്രം അമ്പാടി സേവാ കേന്ദ്രം
മാതൃസദന സമർപ്പണ ചടങ്ങിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സംസാരിക്കുകയായിരുന്നു.